ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോള ക്രൈസ്തവ സമൂഹം വിശുദ്ധമായി കരുതുന്ന കുരിശിനെ അവഹേളിക്കുന്നവർ ക്രൈസ്തവ വിശ്വാസികളെ ഒന്നാകെ അപമാനിക്കുകയാണെന്ന് CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന ഭീഷണികളെയും അക്രമങ്ങളെയും അപലപിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ കേരളത്തിൽ കുരിശിനോട് കാണിക്കുന്ന അവഹേളനത്തിൽ നിശബ്ദരായിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അതേസമയം രാഷ്ട്രീയ അടിമകളും സ്ഥിര നിക്ഷേപകരുമാകാതെ വിവിധ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ പരസ്പരം കൂടുതൽ ഒരുമയും സ്വരുമയും പുലർത്തി അനുരഞ്ജിതരായി ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിയണമെന്ന് VC സെബാസ്റ്റ്യൻ ഓർമ്മിപ്പിച്ചു. വത്തിക്കാന്റെ നയതന്ത്ര പരിശീലന കേന്ദ്രമായ പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാദമിയെ പാപ്പ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിപ്ലോമാറ്റിക് സയൻസസായി ഉയർത്തി. പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാദമിയുടെ ഘടനയെ കാലോചിതമാക്കുകയും പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ തീരുമാനങ്ങൾ അറിയിച്ചത്. 1701 മുതൽ വത്തിക്കാന്റെ നയതന്ത്രജ്ഞരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാദമി. വിശുദ്ധ വാരത്തിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി ദിവസങ്ങളിലെ വത്തിക്കാനിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ 3 കർദിനാൾമാരെ നിയോഗിച്ചു. വിശ്രമത്തിലും ചികിത്സയിലും തുടരുന്ന പാപ്പയുടെ അനാരോഗ്യത്തെ തുടർന്നാണ് കർദിനാൾമാരെ വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകളുടെ നേതൃത്വം ഏൽപ്പിച്ചത്. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് ഡയറക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. കിഴക്കൻ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലാവുഡിയോ ഗുജറോത്തി ദുഃഖവെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വത്തിക്കാൻ ബസിലിക്കയിൽ നടക്കുന്ന പീഡാനുഭവ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. അന്നേ ദിനം വൈകുന്നേരം റോമിലെ വികാരി ജനറൽ കർദിനാൾ ബൽദസാരെ റേന ഫ്രാൻസിസ് പാപ്പ എഴുതിയ ധ്യാനങ്ങളോടെ കൊളോസിയത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകും. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കരാഗോയിലെ ഡാനിയൽ ഒർട്ടേഗയുടെയും റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം തുടർച്ചയായ 3-ാം വർഷവും വിശുദ്ധവാര പ്രദക്ഷിണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. വിശുദ്ധവാരത്തിൽ തെരുവുകളിലൂടെ ഇറങ്ങി വിശുദ്ധവാരത്തിൽ പ്രദക്ഷിണം നടത്താറുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് നിയന്ത്രണം നിലനിൽക്കുകയാണെന്നും മാർക്കോസ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ഇപ്പോൾ പള്ളിക്കുള്ളിലാണ് തങ്ങൾ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ നാടിനെ ആശങ്കയുടെ മുൾമുനയിലാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിലും ഒലിവുമലയിൽ നിന്ന് പഴയ ജെറുസലേമിലേക്കുള്ള പരമ്പരാഗത ഓശാന ഞായറാഴ്ച പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ. മഴ ഭീഷണിയായിരുന്നെങ്കിലും 4000-ഓളം തീർത്ഥാടകർ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. ജെറുസലേമിൽ നിന്നും ഗലീലിയിൽ നിന്നുമുള്ള ക്രൈസ്തവരും വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള വിശ്വാസികളും വിദേശ നയതന്ത്രജ്ഞരും തുടങ്ങി നിരവധി പേരാണ് ഓശാന പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.